ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഒരു RRB ഗ്രൂപ്പ് ഡി ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ കൃത്യമായും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സിലൂടെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഈ ഒരു പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ന്യൂ അപ്പോയിൻമെൻറ്റുകളാണ്. പ്രധാനപ്പെട്ട തസ്തികകളിലേക്ക് പുതിയതായി നിയമിക്കപ്പെട്ടിരിക്കുന്നവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ മിസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഞാൻ ഓൾറെഡി നമ്മളെല്ലാവരും കൃത്യമായിട്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ട ഒരു കാര്യമാണ്. ഈ അടുത്ത നാളിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായ വ്യക്തിയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായി എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട, അതായത് ജസ്റ്റിസ് KG ബാലകൃഷ്ണന് ശേഷം നമ്മൾ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ഒരു രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഇദ്ദേഹം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായിട്ടുള്ള ഭൂഷൺ രാമകൃഷ്ണ ഗവായി ഏറ്റവും പ്രധാനപ്പെട്ട നിയമനങ്ങളിൽ ഒന്നാണ്. രണ്ടാമത്തെ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കപ്പെടുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ സഞ്ജയ് മൽഹോത്ര നിയമിതനായിട്ടുണ്ട്. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് അദ്ദേഹം എന്നുള്ള കാര്യം വിട്ടുപോകരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് നമ്മുടെ ഹീരാലാൽ സമരിയ 12ാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിരിക്കണം, പുതിയ അപ്പോയിൻമെന്റുകളാണ് ഇതെല്ലാം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഭൂഷൺ രാമകൃഷ്ണ ഗവായി, റിസർവ് ബാങ്ക് ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്ര, മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ഹീരാലാൽ സമരിയ. ഈ 3 അപ്പോയിൻമെന്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. പദവികൾ വഹിക്കുന്നവരെ കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു അപ്പോയിൻമെന്റിലേക്ക് നമുക്ക് പോകാം. അപ്പോയിൻമെന്റുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പുതിയ ഇലക്ഷൻ കമ്മീഷണറായിട്ടല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് നിയമിതനായ വ്യക്തിയുടെ പേരെന്താണ്? ഗ്യാനേഷ് കുമാർ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെന്റ് ആണ് അല്ലെ, നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അപ്പം ഇത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആയിട്ട് നിയമിതനായിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ആര്? ഗ്യാനേഷ് കുമാർ. മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാരെ കൂടി അറിഞ്ഞിരിക്കണം. സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി. ഈ മൂന്ന് പേരും കൂടെ തുടങ്ങുന്നതാണ് ആ ഒരു കൊളീജിയം എന്ന് പറയുന്നത്. അതിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ഗ്യാനേഷ് കുമാർ. മറ്റ് 2 കമ്മീഷണർമാരും കൂടി ഉണ്ട്, സുഖ്ബീർ സിംഗ് സന്ധു, വിവേക് ജോഷി എന്നിവര് ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി നമുക്കറിയാം, നബാർഡ് വളരെ പ്രധാനപ്പെട്ട ബാങ്കാണ് അല്ലെ, നബാർഡ് അല്ലെ. അപ്പം അതിന്റെ ചെയർമാൻ ആരാണ്? ഷാജി KV ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നബാർഡിന്റെ ചെയർമാൻ, നബാർഡ് വളരെ പ്രധാനപ്പെട്ട ബാങ്കാണ് അല്ലെ. നബാർഡ് ബാങ്ക് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അല്ലെ. അതിന്റെ ചെയർമാൻ ആരാണ്? ഷാജി KV ആണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെന്റ് ആണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായിട്ട് നിയമിതനായിട്ടുള്ളത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായി രൂപം കൊണ്ടിരിക്കുന്ന ആരാണ്, അല്ലെങ്കിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അതിന്റെ സെക്രട്ടറി കരിവെള്ളൂർ മുരളിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഇനിയും നമ്മൾ RRB ഗ്രൂപ്പിനൊക്കെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിക്കൊക്കെ രജിസ്റ്റർ ചെയ്തു, പക്ഷെ പഠനം തുടങ്ങിയില്ലെങ്കിൽ തീർച്ചയായും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഒരു റാപ്പിഡ് ബാച്ച് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. റാപ്പിഡ് ബാച്ച് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് വേഗത്തിൽ, അത് ഏറ്റവും വേഗത്തിൽ ഗ്രൂപ്പ് ഡി പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ ഇനിയും തുടങ്ങിയില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ ഡെയിലി ടോപ്പിക് ബേസ്ഡ് എക്സാംസ് ഉണ്ട്, വീക്ക്ലി എക്സാംസ് ഉണ്ട്, മെന്റർഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്, ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ട്, PDF നോട്ട് ഉണ്ട്, റെക്കോർഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ സുരക്ഷിതമായ ഒരു ഭാവിക്ക് വേണ്ടിയിട്ട് RRB ഗ്രൂപ്പ് ഡിയിലൂടെ നിങ്ങൾക്ക് മുന്നേറാവുന്നതാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന വാട്സപ്പ് ലിങ്കിലൂടെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി കേരള കലാമണ്ഡലം ചാൻസലറായി നിയമിച്ചത് മല്ലിക സാരാഭായി ആണ്. കേരള കലാമണ്ഡലം ചാൻസലറായി നിയമിച്ചത് ആരാണ്? മല്ലിക സാരാഭായി ആണ്. അതുപോലെ തന്നെ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ V അനന്തകൃഷ്ണനാണ്
എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രനാണ്. അതുപോലെ ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അജയ് ബാങ്ക എന്ന വ്യക്തിയാണ്. വളരെ പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്, അപ്പോയിന്റ്മെന്റ്സ് ആണ്. കേരള കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി ആണ്. കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ B അനന്തകൃഷ്ണനാണ്. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രനാണ്. ലോകബാങ്കിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അജയ് ബാങ്കയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഇനി 2025 ഏപ്രിലില് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് നിധി തിവാരിയാണ് എന്നുള്ള കാര്യം മറന്നു പോകല്. വളരെ പ്രധാനപ്പെട്ടതാണ്. 2025 ഏപ്രിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതയായത് ആരാണ്? നിധി തിവാരിയാണ്. അതുപോലെ ഇന്ത്യയിലെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയിലെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥ് ആണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, TV സോമനാഥ്. അതുപോലെ ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിസ്രിയാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇന്ത്യയുടെ 2025 ഏപ്രിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? നിധി തിവാരി. ഇന്ത്യയുടെ നിലവിലെ ക്യാബിനറ്റ് സെക്രട്ടറി ആരാണ്? TV സോമനാഥൻ. ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിസ്രിയാണ്. ഇന്ത്യയുടെ നിലവിലെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹനാണ്. ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ്. വളരെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ് ആണ് ഇന്ത്യയുടെ നിലവിലെ പ്രതിരോധ സെക്രട്ടറി. ഇനി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് യുദ്ധാനന്തരമായിട്ടുള്ള ഒരു സമാന സംവിധാനമൊക്കെ ഉണ്ടായപ്പോൾ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ആരാണ്? അജിത് ഡോവലാണ് എന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് ആരാണ്? അജിത് ഡോവലാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ദേശീയ ന്യൂനപക്ഷ കമ്മീഷണർ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇന്ത്യയുടെ മുഖ്യ അല്ലെങ്കിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ക്രിസ്ത്യൻ, മുസ്ലിംസ്, ബുദ്ധ, പാഴ്സി, ജൈന, സിഖ്, ഈ 6 വിഭാഗക്കാരെയാണ് നമ്മൾ ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയുക. ആ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ ദേശീയ കമ്മീഷണർ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? സർദാർ അലി ഖാൻ ആണ്. സർദാർ അലി ഖാൻ ആണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് വരുമ്പോൾ AA റഷീദ് ആണ്. AA റഷീദ് ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? പ്രവീൺ കുമാർ ശ്രീവാസ്തവ. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ ചെയർമാൻ ആരാണ് അല്ലെങ്കിൽ കമ്മീഷണർ ആരാണ്? പ്രകാശ് ശ്രീവാസ്തവ. മാറിപ്പോകല്ലേ രണ്ടും. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെത് പ്രകാശ് ശ്രീവാസ്തവയാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലി ആണ്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് U ഷറഫ് അലിയാണ്. അത് കൃത്യമായിട്ട് പുതിയൊരു അപ്പോയിന്റ്മെന്റ് ആണ്. അങ്ങോട്ട് വിളിക്കുക. BCCI പ്രസിഡന്റ് റോജർ ബിന്നിയാണ്. ISROയുടെ ചെയർമാൻ B നാരായണനാണ്. തൊട്ട് മുമ്പത്തെ ആരായിരുന്നു? സോമനാഥ് ആയിരുന്നു അല്ലേ. അതുപോലെ തന്നെ ആദ്യം വിക്രം സാരാഭായി ആയിരുന്നു എന്ന് കൃത്യമായിട്ട് അറിയാം. VSSC അല്ലെ, വിക്രം സാരാഭായി സ്പേസ് സെന്ററിൻ്റെത് S ഉണ്ണികൃഷ്ണൻ നായരാണ്. ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. മാറിപ്പോലോ കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, VCC എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ, വിക്രം സാരാഭായി സ്പേസ് സെന്ററിന്റെ അതിന്റെ ഡയറക്ടർ ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക് ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക് ആണ്. അത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർമാൻ പ്രസൂൺ ജോഷി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നടനായിട്ടുള്ള പ്രേം കുമാർ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഇന്ത്യയുടെ കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയാണ്. വളരെ പ്രധാനപ്പെട്ട. ഇന്ത്യയുടെ നാവികസേന വകുപ്പ് മേധാവി അല്ലെ ദിനേശ് കുമാർ ത്രിപാഠിയാണ് അല്ലെ. ഇനി ഇന്ത്യയുടെ വ്യോമസേന മേധാവി അമർപ്രീത് സിംഗ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്കെല്ലാം മേളിൽ ഒരു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട് CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതാരാണ്? അനിൽ ചൗഹാൻ ആണ് എന്നുള്ള കാര്യം മറന്നു പോകല്ല. കരസേനയുടെ ഉപേന്ദ്ര ദ്വിവേദിയാണ്.
നാവികസേനയുടെ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. വ്യോമസേനയുടെ അമർപ്രീത് സിംഗ് ആണ്. അതുപോലെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാൻ ആണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതുപോലെ സെബി ചെയർമാൻ അല്ലെ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുഹിൻ കാന്ത പാണ്ഡെ, ദേശീയ ബാലാവകാശ കമ്മീഷണർ തൃപ്തി ഗുർഹ, ദെൻ ആദ്യത്തെ ചെയർമാൻ ശാന്ത സിംഗ് ആണ് കേട്ടോ, ശാന്ത സിൻഹയാണ്. DRDOയുടെ നിലവിലെ ചെയർമാൻ സമീർ വി കമത്ത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ KV മനോജ് കുമാറാണ്. ആദ്യത്തെ ചെയർപേഴ്സൺ നീല ഗംഗാധരനാണ് എന്നുള്ള കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കേരളത്തിലെ നിലവിലെ ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാം, രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, PSCക്കും എല്ലാത്തിനും ഉപകാരപ്പെടുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണ്? B രാമകൃഷ്ണ റാവു ആണ്. 11ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ K മോഹൻദാസ് ആണ്. 1ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ KM ഉണ്ണിത്താനാണ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി 23ാമത് ലോ കമ്മീഷൻ ചെയർമാൻ ദിനേശ് മഹേശ്വരി, വളരെ പ്രധാനപ്പെട്ടതാണ്. 23ാമത് ലോ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ദിനേശ് മഹേശ്വരിയാണ്. അതുപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാനായിട്ട് നിയമിതനായിട്ട് SSCയുടെ ചെയർമാനായി നിയമിതനായത് S ഗോപാലകൃഷ്ണനാണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. SBIയുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ ചെല്ല ശ്രീനിവാസലു ഷെഡ്ഡിയാണ്. അതുപോലെ ആറ്റോമിക് എനർജി കമ്മീഷൻ അജിത് കുമാർ മൊഹന്തിയാണ്, വളരെ പ്രധാനപ്പെട്ടതാണ് ആറ്റോമിക് എനർജി കമ്മീഷൻ. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ നിലവിലെ ചെയർമാൻ സിദ്ധാർത്ഥ മൊഹന്തിയാണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്, പുതിയ അപ്പോയിൻമെന്റ് അല്ല, ലോക്സഭ സെക്രട്ടറി ജനറൽ ഉത്പാൽ കുമാർ സിംഗ് ആണ്. അതുപോലെ രാജ്യസഭയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട് വന്നിരിക്കുന്നത് PC മോഡി എന്ന് പറയുന്ന ആളാണ്. വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യയുടെ നിലവിലെ ലോക്പാൽ അല്ലെ AM ഖാൻ വിൽക്കർ ആണ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ചെയർപേഴ്സൺ പിനാക്കി ചന്ദ്രഘോഷ് ആണ്, മറന്നുപോകല്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാൽ ചെയർപേഴ്സൺ ആരാണ്? പിനാക്കി ചന്ദ്രഘോഷ്. അതുപോലെ നിലവിലെ കേരളത്തിലെ ലോകായുക്ത N അനിൽകുമാർ ആണ്. കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരാണെന്നും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, PC കൃഷ്ണമേനോനാണ്. നിലവിൽ കേരളത്തിലെ ഉപലോകായുക്തമാർ 2 പേരുണ്ട്, V ഷർസി ആൻഡ് അശോക് മേനോൻ എന്നിവരാണ്. അതുപോലെ തന്നെ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ആഡ് ചെയ്താണ്, M ഷാജർ ആണ് എന്നുള്ള കാര്യവും കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കടന്നുപോയത് വളരെ പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റുകളെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് RRB അതുപോലെ തന്നെ PSCക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോയിൻമെന്റുകൾ എപ്പോഴും കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങളൊരു മികച്ച RRB അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത്, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായും CCയുടെ ഒരു റാപ്പിഡ് ബാച്ചിലോട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്തവർ വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു.